ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പച്ചരിയിൽ എങ്ങനെയാണ് സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിരുന്നു, പഴമൊന്നും ചേർക്കാതെ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു ഉണ്ണിയപ്പം റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പച്ചരിയൊന്നും എടുക്കാതെ, പച്ചരിയൊന്നും അരയ്ക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ ശർക്കര, അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ശർക്കര പാനി ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ വെള്ള ശർക്കരയാണ് എടുത്തേക്കുന്നത്. എനിക്ക് വെള്ള ശർക്കരയാണ് കിട്ടിയത്. കറുത്ത ശർക്കരയാണ് എപ്പോഴും ഉണ്ണിയപ്പത്തിന് നല്ലത്. അപ്പം ഞാൻ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിന് പാനിയാക്കി എടുത്തിട്ട് വരാം. അപ്പം ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുകി നല്ല പാനിയായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശർക്കര എടുക്കുമ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള ശർക്കര നോക്കി വാങ്ങിക്കണേ. അപ്പോൾ അതിലാവുമ്പോൾ വേസ്റ്റൊക്കെ കുറവായിരിക്കും. പിന്നെ ശർക്കര പാനി ഉപയോഗിക്കുമ്പം എപ്പോഴും നമ്മൾ അരിച്ചേ ഉപയോഗിക്കാവൂ, കാരണം അതിലുള്ള വേസ്റ്റൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇനി നമുക്ക് ഏലക്ക പൊടിച്ചത് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്ക പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഞാനൊരു 8 ഏലക്ക അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുവാണേ. ഇനി നമുക്ക് ഇതിലോട്ട് ഇടാനുള്ള തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഗോൾഡൻ കളറായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടിയോ എള്ളോ എന്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇതാ നല്ല ഗോൾഡൻ കളറായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 കപ്പ് മൈദയും 2 കപ്പ് ഗോതമ്പ് പൊടിയുമാണ്. അപ്പോൾ ഈ 1 കപ്പ് 250 ml, അതായത് 200 ഗ്രാം ആണ് 1 കപ്പ്. അപ്പോൾ മൊത്തം 400 800 ഗ്രാം പൗഡറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 400 ഗ്രാം ഗോതമ്പ് പൊടിയും 400 ഗ്രാം മൈദപ്പൊടിയും. ഇനി ഈ 2 പൊടിയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചത് ഇതിലോട്ട് ചേർക്കുവാണ്. ഇനി അതും നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ശർക്കര പാനി ചേർത്ത് നന്നായിട്ട് നമുക്കിത് പാകം ചെയ്യാൻ ആവശ്യമായ കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശർക്കര പാനി ചേർക്കുമ്പോൾ അരിച്ച് വേണം ഒഴിക്കാനായിട്ട്. പിന്നെ ഇത് ചെറിയ ചൂടോടെ വേണം ശർക്കര പാനി എപ്പോഴും ഇതിലോട്ട് ഒഴിക്കാൻ. ഇനി നമുക്ക് ആ ശർക്കര പാനി ഇത് മിക്സായി വരാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാൻ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാക്കൊത്തോടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല. ബാറ്റർ റെഡിയാക്കി അപ്പം തന്നെ നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുവാണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ ഇതിലോട്ട് കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുക്കാം. ആ കുഴിയിൽ 1/4 ഭാഗം വരുന്ന രീതിയിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പൊങ്ങി പുറത്തോട്ട് പോകും. ഇനി തീ നമ്മളിത് പാകം ചെയ്യുമ്പോൾ എപ്പോഴും തീ കുറച്ചേ വയ്ക്കാവൂ, ഇല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോയിട്ട് അകം ഭാഗം വെന്ത് കാണത്തില്ല. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗം കൂടി തിരിച്ചിട്ട് കൊടുക്കുകയാണേ. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നന്നായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്കതിനി എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവിൽ ഉണ്ണിയപ്പം മൊത്തം ചുട്ടെടുത്തിട്ട് വരാം. നിങ്ങളുടെ കയ്യിൽ 2 ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, കാരണം ഈ ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴി വളരെ ചെറുതാണ്. അപ്പം കുറേശ്ശെ വീതം ബാറ്റർ ഒഴിച്ച് ഒരുപാട് ടൈം എടുക്കും. അപ്പം ഞാൻ 2 ചട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. മറ്റേ ചട്ടി ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അരി ഉപയോഗിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയില്ലായിരുന്നോ, ആ ചട്ടി ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ഉണ്ണിയപ്പം ഫുള്ള് ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഈ ഉണ്ണിയപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ് ഉണ്ണിയപ്പം.
ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് അധികം ദിവസമൊന്നും ഇവിടെ ഇരിക്കാറില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അത് തീരും. കൂടിപ്പോയാൽ ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം അതിനുള്ളിൽ ഇവർ ഇത് കഴിച്ച് തീർക്കും. ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമായി ഇവിടെ ഉള്ള എല്ലാവർക്കും ഈ ഉണ്ണിയപ്പം. പിന്നെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പം നിങ്ങൾ എണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. പിന്നെ അതല്ല, ചിലർ ഫുള്ളും നെയ്യിൽ തന്നെ ചുട്ടെടുക്കാറുണ്ട്, എണ്ണ ചേർക്കാതെ നെയ്യിൽ മാത്രം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതിനൊന്നും കൂടെ ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ ചിലർ നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്തൊക്കെ ചൂടാക്കിയില്ലായിരുന്നു, ആ നെയ്യ് അതുപോലെ ഈ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കും. ചിലർ അതൊന്ന് തണുത്ത് വരും ബാറ്ററിൽ മിക്സ് ചെയ്യാറുണ്ട്. അപ്പം അതും ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് കൂട്ടുന്നതാണേ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം. പഴമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല, നമ്മളധികം റെസ്റ്റ് ചെയ്യാനും വെച്ചിട്ടില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.